കാൽവരിയിലെ കുരിശിൽ മനുഷ്യരാശിയുടെ മുഴുവൻ പാപഭാരവുമായി ക്രൂശിക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും വഴികളിലൂടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവ്യ സന്ദേശവുമായി മനുഷ്യ സമൂഹത്തെ ഒന്നാകെ തിന്മയിൽ നിന്നടർത്തി നന്മയുടെ പാതയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹത്തായ ആ ദിവ്യ ചൈതന്യം മാനവരാശിക്കൊന്നാകെ സന്തോഷവും സമാധാനവും സന്മനസ്സും പ്രത്യാശയും പകരുന്നു. ഏവർക്കും ഹാരോഗേറ്റ് മലയാളി അസോസിയേഷന്റെ ഹൃദ്യമായ ഈസ്റ്റർ ആശംസകൾ. ഉദ്ധിതനായ ഈശോയുടെ സന്തോഷവും സ്നേഹവും നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും ഇന്നും എന്നും ഉണ്ടായിരിക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി ഹാരോഗേറ്റ് മലയാളി അസോസിയേഷന്റെ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ഞാൻ യൂദാസ്, ഇത് കണ്ടോ, 30 വെള്ളിക്കാശ്. ഗുരുവിനെ ഒറ്റുകൊടുത്തുവെങ്കിലും ഞാനിന്ന് ധനികനായിരിക്കുന്നു. എന്റെ പ്രിയ ഗുരുവിനെ ഒരു ചുംബനത്തിലൂടെ ഒറ്റുകൊടുത്തതിന് എനിക്ക് കിട്ടിയ സമ്മാനം സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ ഞങ്ങളെ കൊണ്ട് നടന്ന എന്റെ ഗുരുവിനെ ഞാൻ ചതിച്ചത് എന്തിനായിരുന്നു? ഞാനത് ചെയ്തത് എന്തിനായിരുന്നു? പണത്തിനോടുള്ള ആർത്തിയുണ്ടോ? അറിയില്ല. ഒടുവിൽ പീലാത്തോസും അവനെ കൈയൊഴിഞ്ഞിരിക്കുന്നു. അവനെ കുരിശുമരണത്തിന് വിധിച്ചിരിക്കുന്നു. അവർ അവനെ ക്രൂരമായി മർദ്ദിച്ചു കൊല്ലും. ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല അവർ അവനെ മരണശിക്ഷയ്ക്ക് വിധിക്കുമെന്ന്. ഇല്ല, എന്റെ ഗുരുവിന്റെ മരണത്തിന് മുമ്പ് എനിക്ക് മരിക്കണം. ഈ വെള്ളിക്കാശിന് വേണ്ടിയല്ലേ ഞാൻ അവനെ ഒറ്റുകൊടുത്തത്? ഇതിന് ചോരയുടെ മണമാണ്. ഇതെനിക്കിനി വേണ്ട. ഓ, എന്റെ പ്രിയ ഗുരുവിനെ അവർ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നു. എനിക്കിത് കണ്ടു നിൽക്കാനാവില്ല. ഞാൻ മരിക്കണം, ഞാൻ മരിക്കണം, ഞാൻ മരിക്കണം, ഞാൻ മരിക്കണം. ഈശോയേ ക്രൂശും താങ്ങി പോയ നിന്റെ അന്ത്യയാത്രയതിൽ കന്നി മേരി അമ്മയോടും ചേർന്നു നിന്നെ അനുഗമിച്ചിടുന്നു ഞങ്ങൾ. ചേർന്നു നിന്നെ അനുഗമിച്ചിടുന്നു ഞങ്ങൾ. സ്വർഗീയ മാർഗമിതേ നീ ചൊരിഞ്ഞ രക്തത്തുള്ളികളാ രത്നങ്ങളെ നീ തുണയ്ക്ക നിനക്കവർ കാഴ്ചവച്ചിടാം. നീ തുണയ്ക്ക നിനക്കവർ കാഴ്ചവച്ചിടാം. കണ്ടാലും മാർഗമധ്യേ കന്നിമേരി അമ്മ തൻ സുതനെ കാണുന്നിതാ. എത്രമാത്രം മർമ്മഭേദഗമി കൂടി കാഴ്ച കഷ്ടം. മാതാവേ കോമളനിൻ പുത്രനിതാ തിരിച്ചറിഞ്ഞോ നീ? തന്നോടിത്ര നീചമായി ചെയ്തവരിൽ
ഭക്തയായ വെറോനിക്ക മിശിഹായെ കാണുന്നു. പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു. ഭക്തിപൂർവം തന്റെ തുവാലയെടുത്തു. രക്തം പുരണ്ട മുഖം വിനയപൂർവം തുടച്ചു. മരത്താലേ വന്ന പാപങ്ങൾ മരത്താലേ മായ്ക്കുവാനായി മരത്തിന്മേലാർത്തനായി തൂങ്ങി മരിക്കുന്നു രക്ഷകൻ ദൈവം. എടോ, ഇതിപ്പോൾ 3 ദിവസമായി. എത്ര നേരമെന്ന് വെച്ചാ നമ്മൾ ഈ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നത്? എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഞാൻ കുറച്ചു നേരം മയങ്ങിയാലോ എന്ന് ആലോചിക്കുക. ഏയ്, താൻ ഉറങ്ങല്ലേ? താൻ ശ്രദ്ധിച്ചോ? പതിവിന് വിപരീതമായി പ്രകൃതിയിലാകെ ഒരു മാറ്റം വന്നതുപോലെ, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എനിക്കൊരു സംശയം, സത്യത്തിൽ ഇവൻ ദൈവപുത്രൻ തന്നെ ആയിരുന്നു. തനിക്കിത് എന്തു പറ്റി? വല്ലാതെ പേടിയുണ്ടെന്ന് തോന്നുന്നു. ദൈവപുത്രനായിരുന്നെങ്കിൽ നമുക്കിവനെ കുരിശിൽ തറച്ചു കൊല്ലാൻ സാധിക്കുമായിരുന്നു. ദൈവപുത്രൻ പോലും. ദൈവപുത്രൻ. എന്താ എന്താ ഇത്? ഏയ്, നോക്ക്, അങ്ങോട്ട് നോക്ക്. കല്ലറ തുറന്നിരിക്കുന്നു. അയ്യോ, വേഗം വേഗം ഓടി രക്ഷപ്പെടാം. കല്ലറ മിന്നുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പൊന്നുളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു. നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ